2025 UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാനുള്ള സമയം ആയിട്ടുണ്ട്. ജാനുവരി 22 മുതൽ ഫെബ്രുവരി 11 വരെയാണ് നമുക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുക. പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UPSCയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായി വായിക്കുക എന്നുള്ളതാണ്. 100 പേജിൽ കൂടുതലുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഓരോ വർഷത്തെയും ചേഞ്ചസ് UPSC അതിൽ കൃത്യമായി പറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. ഓരോ വർഷവും എന്തെങ്കിലും ചേഞ്ചസ് UPSC കൊണ്ടുവരാറുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ഒരു ചേഞ്ചാണ് പ്രിലിമിന് നിങ്ങൾ ഏത് അപ്പിയറൻസിലാണോ ഫോട്ടോ എടുക്കുന്നത് അതേ രീതിയിലായിരിക്കണം മെയിൻസിനും ഇന്റർവ്യൂവിനും. ഇപ്പം ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഇപ്പം നിങ്ങൾ സ്പെക്സ് വെച്ച് ക്ലീൻ ഷേവ് ആയിട്ടുള്ള ഫോട്ടോ ആണ് പ്രിലിമിന് കൊടുക്കുന്നതെങ്കിൽ അതേ അപ്പിയറൻസ് തന്നെ വേണം ഇന്റർവ്യൂവിലേക്ക് പോകുമ്പോഴും. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നോക്കുക. നമ്മുടെ പ്രിപ്പറേഷൻ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സമയമാണ്. ടെസ്റ്റ് സീരീസുകളിൽ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ജോയിൻ ചെയ്യുക. അബ്സല്യൂട്ട് IAS അക്കാഡമിയുടെ PTS പ്രിലിംസ് ടെസ്റ്റ് സീരീസ് രണ്ടാമത്തെ റൗണ്ട് വീണ്ടും അടുത്ത ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്നുണ്ട്. ആഴ്ചയിൽ 2 ടെസ്റ്റുകൾ വീതമാണ്. നമുക്ക് 24 സബ്ജക്ട് ടെസ്റ്റുകളും 4 ഫുൾ ടെസ്റ്റുകളുമാണ് ഉള്ളത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് റിവിഷൻ നടത്തി മുൻപോട്ടേക്ക് പോകാൻ ഇത് സഹായിക്കും. ഒപ്പം അബ്സല്യൂട്ടിന്റെ മിഷൻ മസൂറി എന്ന പ്രോഗ്രാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആസ്പിരൻസിന് ഒരുപാട് പ്രയോജനം ചെയ്തു എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. നമ്മൾ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പം എല്ലാ സബ്ജക്ട്സിലെയും കോർ ഏരിയാസ് മാത്രം റിവൈസ് ചെയ്ത് ക്ലാസ്സുകൾ നടക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി അതൊരു 10-15 മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ മാത്രം റിവൈസ് ചെയ്യുന്നു. ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ റിവൈസ് ചെയ്യുന്നു. ഈ രീതിയിലാണ് മിഷൻ മസൂറി പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത്. 2025 പ്രിലിമിന് ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവുക. ഒപ്പം വാല്യൂ എഡീഷൻ, നോട്ട്സ്, മാഗസിൻസ്, മന്ത്ലി കൺസോളിഡേറ്റഡ് മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മളുടെ അബ്സല്യൂട്ട് IAS അക്കാഡമി എന്ന ടെലഗ്രാം ചാനലിലും നിങ്ങൾക്ക് ലഭ്യമാകും. അവിടെ നിന്ന് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മാഗസിൻ നമ്മൾ അങ്ങനെ എല്ലാ വർഷവും റിലീസ് ചെയ്യുന്നുണ്ട്. ഇത്തവണയും അത് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രജിസ്ട്രേഷൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ചും OBC, EWS, SC ST റിസർവേഷൻസ് ഒക്കെയുള്ള വിദ്യാർത്ഥികൾ ആ സർട്ടിഫിക്കറ്റുകൾ കൂടി കളക്ട് ചെയ്യണം. ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം നിങ്ങൾക്ക് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മാക്സിമം റിവിഷനുള്ള സമയം കണ്ടെത്തണം. മോക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യണം. വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊരു മാർച്ച് മാസം വരെയുള്ള പത്രത്തിലെ വാർത്തകൾ ലാസ്റ്റ് ഒരു ഏപ്രിൽ മുതൽ ഈ ഒരു മാർച്ച് വരെയുള്ള പത്രത്തിലെ വാർത്തകൾ നന്നായിട്ട് നിങ്ങൾ നോക്കണം. മാർച്ച് ഏപ്രിൽ വരെയുള്ള വാർത്തകളൊക്കെ നന്നായിട്ട് നോക്കണം. ഏതാണ്ട് 60% ക്വസ്റ്റ്യൻസ് ഡൈനാമിക് ആയിട്ടുള്ള ഏരിയയിൽ നിന്നും 40% ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റിക് ഏരിയയിൽ നിന്നുമാണ് വരുന്നത്. റിവിഷനിലൂടെ മാത്രമേ നമുക്ക് ക്ലാരിറ്റിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒപ്പം ഒരു വിലയിരുത്തലും സമയത്തിനനുസരിച്ച് വിലയിരുത്തലും നടക്കുക. ഇപ്പം നിങ്ങൾ 10 മാർക്ക് കിട്ടുന്ന ഒരാളാണ് ഒരുമിച്ച് 100 മാർക്കിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റില്ല. 10ൽ നിന്ന് 20 എത്തിക്കുക, 20ൽ നിന്ന് 30 എത്തിക്കുക. അങ്ങനെ ഘട്ടമായിട്ട് മുൻപോട്ടേക്ക് പോവുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ UPSC ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു സമയമാണ്. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും UPSC ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പേഴ്സണാലിറ്റി ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് ഒരു ഓഫീസറായി മാറണം. നിങ്ങൾക്ക് എല്ലാവരുടെ വിജയാശംസ.